പൂക്കളമില്ലാതെ ഓണമില്ല. അതുപോലെ തന്നെയാണ് ചെണ്ടുമല്ലി ഇല്ലാതെ പൂക്കളവുമില്ല. അപ്പോൾ ഈ കാണുന്നതെല്ലാം ചെണ്ടുമല്ലി തൈകളാണ്. വിൽപ്പനയ്ക്ക് തയ്യാറായി നിൽക്കുന്ന ചെണ്ടുമല്ലി തൈകളാണ്. ഇതുള്ളത് സ്ഥലം കോയമ്പത്തൂരിലാണ്. തമിഴ്നാട് ജില്ലയിലെ കോയമ്പത്തൂർ ആലംതുരൈ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഈശ യോഗയിലേക്ക് നമുക്ക് പോകുന്ന റൂട്ടിലാണ്. ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്താൽ മതി. അവരെ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ അവരുടെ കോൺടാക്റ്റ് ഡീറ്റെയിൽ ലൊക്കേഷനെല്ലാം അയച്ചു തരാം. ഒരു തൈക്ക് അവർ വെറും 2 രൂപ മാത്രമാണ് നമ്മുടെ കയ്യിൽ നിന്ന് ഈടാക്കുന്നത്. കേരളത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ അന്വേഷിച്ചു 4 രൂപയാണ്. അപ്പോൾ നമുക്ക് തൈ നടാൻ പോവാം. തൈ അട്ടപ്പെട്ടി നല്ല എടുത്ത് മാറ്റി നമ്മൾ കൃഷിയിടത്തിലേക്ക് കൊണ്ടുവന്നു. ഇവിടെ നമ്മൾ വലിയ പാത്തി എടുത്ത് അതിൽ 2 തൈ എന്ന രീതിയിലാണ് നമ്മൾ വയ്ക്കുന്നത്. ഒരു പാത്തിക്കകത്ത് 2 അറ്റത്തുമായിട്ട് ഓരോ തൈകൾ, അങ്ങനെയാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ ഒരു കുഴി ഉണ്ടാക്കി, പാത്തി എടുത്ത് അതിൽ കുഴി ഉണ്ടാക്കി, കുഴിയിൽ കുറച്ച് ആട്ടും കാഷ്ടം ഇട്ട് അതിൻ്റെ പുറത്താണ് നമ്മൾ തൈകൾ വെക്കുന്നത്. അടിവളമായിട്ട് നമ്മൾ ആട്ടിൻ കാഷ്ടമാണ് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കുറച്ച് സ്ഥലം കിടപ്പുണ്ട്. അതിൽ നമ്മളിപ്പോൾ മൊത്തം ഒരു 500 തൈയാണ് വാങ്ങിയിരിക്കുന്നത്. അതിലെന്തോ ഒരു കൗണ്ടിങ് മിസ്റ്റേക്ക് വന്നതെന്ന് തോന്നുന്നു. ഒരു 50 എണ്ണത്തിൻ്റെ കുറവ് കാണാനുണ്ട്. അത് ഞാനും ശ്രദ്ധിച്ചില്ല. അപ്പോൾ നമ്മളത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സൈഡ് ഫുള്ള് ഓറഞ്ചും അടുത്ത സൈഡ് ഫുള്ള് മഞ്ഞ, അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഫുള്ളെന്ന് പറയാനില്ല, എത്ര തൈ വയ്ക്കാൻ പറ്റുമോ അതിനനുസരിച്ച് 2 സൈഡ് നമ്മൾ കൃത്യമായി ഡിവൈഡ് ചെയ്ത് വയ്ക്കുന്നുണ്ട്. അച്ഛനും അച്ഛൻ്റെ കൂടെയുള്ളവരെല്ലാവരും ചേർന്നപ്പോൾ അത് തടെടുത്തുകൊണ്ടിരിക്കുകയാണ്. നല്ല മഴയുണ്ട്. ഇതിന് ചുറ്റുമായിട്ട് നമ്മൾ പല സൈസിലുള്ള വാഴയെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ സ്ഥിരമായിട്ട് പണിക്ക് വരുന്ന ചേട്ടന്മാരാണ് അവർ. ചെണ്ടുമല്ലി തൈ ഇപ്പോൾ നമ്മൾ 2 കളറ് പറഞ്ഞല്ലോ. അപ്പോൾ രണ്ടും നമ്മൾ സെപ്പറേറ്റ് 2 ആക്കിയാണ് വാങ്ങിയത് അവിടെ നിന്ന്. അതിന് നമ്മൾ നല്ല വൃത്തിയായി പാക്ക് ചെയ്ത് ഈ നമ്മളെ ബണ്ടിൽ ഈ പാത്തി എടുത്ത് 2 സൈഡായിട്ട് വെക്കുന്നുണ്ട്. കാണുന്ന സ്ഥലം മൊത്തം വെക്കുവാനായിരുന്നു ആദ്യം പ്ലാന്. പക്ഷേ നമുക്ക് ഉണ്ടാക്കാൻ എളുപ്പമാണ്, പക്ഷേ അത് മാർക്കറ്റ് ചെയ്യാനാണ് ബുദ്ധിമുട്ട്. അപ്പോൾ അതുകൊണ്ട് ആദ്യം നമുക്ക് പരീക്ഷണാടിസ്ഥാനത്തിൽ ഇപ്രാവശ്യം കുറച്ച് ഭാഗത്ത് വെച്ച് നോക്കി, ഓക്കെ ആണ്, സക്സസ് ആണ്, നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അടുത്ത വർഷം നമ്മൾ ഗംഭീരമായി ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്.